വിലായത്ത് ബുദ്ധയിൽ തൂവെള്ള ഭാസ്കരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഷമ്മി തിലകനായിരുന്നു. ആദ്യ ദിനം മുതൽ തന്നെ പൃഥ്വിരാജിന്റെ വിലായത്ത് ബുദ്ധയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് മികച്ച വരവേൽപ്പായിരുന്നില്ല ലഭിച്ചത്. എന്നിട്ടും സിനിമയെ ചർച്ചാവിഷയമാക്കി നിർത്താൻ സഹായിച്ചത് ഷമ്മിയുടെ ആ അഭിനയ പാഠവുമായിരുന്നു. കാര്യം പിടികിട്ടിയതോടെ അണിയറ പ്രവർത്തകരും ആ പെർഫോമൻസിനെ കൃത്യമായി മാർക്കറ്റ് ചെയ്തു. ഷമ്മിയെ ഫോക്കസ് ചെയ്ത് ആദ്യ ദിനം തന്നെ പോസ്റ്റർ ഇറക്കി. പൃഥ്വിരാജ് അടക്കമുള്ളവർ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ നീക്കം ഫലം കാണുകയും ചെയ്തു. രണ്ടാം വാരം തിയേറ്ററുകളിൽ ആളെ എത്തിയത് ഷമ്മി തിലകന്റെ പെർഫോമൻസ് കാണാൻ കൂടിയാണ്. ഇതോടെ മലയാള സിനിമാക്കാരുടെ കണ്ണിലെ കരടായ ഷമ്മി തിലകന്റെ പെർഫോമൻസിൽ ഞെട്ടിയിരിക്കുകയാണ് സിനിമാ ലോബി. താരസംഘടനയായ അമ്മയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഷമ്മിക്ക് ഇപ്പോൾ കിട്ടുന്ന പ്രേക്ഷക അഭിനന്ദനങ്ങളും സംഘടിത താരങ്ങൾക്കുള്ള മറുപടിയാണ്. ഇക്കാലം അത്രയും അഭിനയിച്ചിട്ടും ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള വിവിധ വൈകാരിക തലമുള്ള ഒരു കഥാപാത്രവും ഷമ്മി തിലകന് ലഭിച്ചിട്ടില്ല. സ്ക്രീനിൽ മാത്രമല്ല പോസ്റ്ററിലടക്കം ഷമ്മിക്ക് പ്രാധാന്യം കിട്ടിയ ഏക സിനിമയും വിലായത്ത് ബുദ്ധയാണ്. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് വരെ അർഹമായ പ്രകടനമായിരുന്നു തീട്ടം ഭാസ്കരനിലൂടെ ഷമ്മി നടത്തിയതെന്നതിൽ തർക്കമില്ല. ഒരുപക്ഷെ വിലായത്ത് ബുദ്ധയിലൂടെ മലയാളത്തിലേക്ക് അത്തരമൊരു പുരസ്കാരം കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.